ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസമാണ്, മെയ് 5. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 8 മണിയോട് കൂടിയായിട്ടാണ് രാവിലെ എഴുന്നേക്കുന്നത്. കാരണം തലേദിവസം എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ പരിപാടീസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ 12 മണി 1 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ കുറച്ച് പേര് വിഷൊക്കെ ചെയ്ത് അവർക്കൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്ത് ഞാനൊരു ഉറക്കമൊക്കെ ഇറങ്ങി എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് കുറേ പരിപാടീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ക്ലാസ്സസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ റെഡി ആയിട്ട് വരാം. ഒരു 9:30 പോകണം. എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. അപ്പം സമ്മർ ഡാൻസ് ക്യാമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് ക്ലാസ്സിൽ. സോ ഇന്ന് ഞാനാണ് ഡാൻസ് എടുക്കുന്നത്. എൻ്റെ ഒച്ച 2-3 ദിവസമായിട്ട് നല്ല ഷോക്കാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. അതിന് മുമ്പ് എനിക്ക് ഈ മാല എൻ്റെ സിസ്റ്ററിൻ്റെ മാലയാണ്. അപ്പോൾ എനിക്കിത് അവൾക്ക് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം. അവൾ വെറുതെ എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പെയർ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസം. അപ്പോൾ ഞാൻ ഇന്നലെ ഇതിനെ എടുത്തിട്ടു. പിന്നെ ഇത് അവൾക്ക് കൊടുക്കണം. ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് അവൾക്ക് കൊടുത്തിട്ട് വേണം പോകാൻ. അവൾ കല്യാണം കഴിഞ്ഞ് ഇന്നലെ അവളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്യും. കാരണം എഡിറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ ആയിരുന്നു കല്യാണം. ഇന്ന് മെയ് 5 മെയ് 4 ആയിരുന്നു കല്യാണം. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ഈ വ്ളോഗ് ഇട്ടതിന് ശേഷം എനിക്ക് അത് എഡിറ്റ് ചെയ്യാം. കാരണം അത് കുറച്ചധികം എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ക്വിക്കായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം. ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണിത്. ന്യൂ ഡ്രസ്സ് വേറെ കല്യാണമായിട്ടും അല്ലാണ്ടും അനിതയുടെ കല്യാണമായിട്ട് കുറേ ഡ്രസ്സ് എടുത്തുന്നുണ്ട്. എനിക്കിപ്പോൾ ന്യൂ ഡ്രസ്സൊന്നും ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടുമോയെന്നൊന്നും അറിയില്ല. ഇന്ന് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് വേണോ എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വാട്ടർ ബോട്ടിൽ വേണം. കാരണം എൻ്റെ വാട്ടർ ബോട്ടിൽ കാണാതെ പോയി ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിഷമത്തിലാണ്. അപ്പോൾ ഞാനൊരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ 3-4 ദിവസമായിട്ട് ഇങ്ങനെ വാട്ടർ ബോട്ടിൽ ഇല്ലാതെയാണ് നടക്കുന്നത്. അപ്പോൾ ആരൊക്കെങ്കിലും എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി തരണം എന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിത്തരും. അതായത് ഞാൻ ഇന്ന് സ്വന്തമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങും. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങൾ വൈകിട്ട് ബായ്. ഓക്കെ, അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറകിലൊക്കെ കാണാം കല്യാണം കഴിഞ്ഞതിൻ്റെ പന്തലൊക്കെ ഇങ്ങനെ അഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വല്യമ്മയുടെ മോനാണ്. ചേട്ടാ UK-യിലാണ്. അപ്പോൾ കല്യാണം പ്രമാണിച്ച ആൾ നാട്ടിലേക്ക് വന്നാണ്. അപ്പോൾ നമ്മൾ റീടേക്കൊക്കെ എടുത്തിട്ടാണ് വീണ്ടും അകത്തേക്ക്. നേരെ അനിയത്തിയെടുത്ത് പോയി. പിന്നെ ഇത് ഞങ്ങളുടെ നാത്തൂനാണ്, അച്ചു നാത്തൂൻ, ചേട്ടയുടെ വൈഫാണ്. പിന്നെ അതാ പുതിയ പയ്യൻ ഇവിടെ ഇരുന്ന്, പുതിയ കല്യാണ ചെറുക്കൻ, എന്താ പറയുക, മരുമകൻ, അവൻ അവിടെ ഇരുന്ന് ബിസ്ക്കറ്റും ചായയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഞാൻ അന്ന് എത്തിയത്. അവിടെ പോയിട്ട് വന്നപ്പോൾ ചെറിയൊരു ലാഗ് കിട്ടി. പിന്നെ ഞാൻ എൻ്റെ പിള്ളേരെ നേരെ പഠിപ്പിക്കാനായിട്ട് അങ്ങ്. സോ ഇപ്പോൾ കറൻ്റ്ലി സമ്മർ ഡാൻസ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് ക്ലാസ്സിൽ. അപ്പോൾ ഏപ്രിൽ മന്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് മെയ്യിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ സെഷൻ ഞാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് അന്ന് ക്ലാസ് എടുക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഡെയിലി റുട്ടീൻസ്, ഡെയിലി തിങ്സ്, അങ്ങനെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആയാലും എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ലീവ് വേണ്ട എന്ന് ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. 10 മണി മുതൽ 1 മണി വരെയാണ് നമ്മളുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറാണ് നമ്മുടെ സമ്മർ ഡാൻസ് ക്യാമ്പ് നടക്കുന്നത്. നമുക്ക് ബേസിക്സ് ഉണ്ട്, അതിൽ കൊറിയോഗ്രാഫി ഉണ്ട്, അതുപോലെ തന്നെ ഗെയിംസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ സമ്മർ ഡാൻസ് ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ 1 മണിക്ക് ശേഷം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ലഞ്ച് കഴിക്കാനായിട്ട് വിഷ്ണുവിൻ്റെ കൂടെ പോയത്. അപ്പോൾ ഇത് ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പിള്ളേരുടെ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. നമുക്കിങ്ങനെ ഡെയിലി വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിഷ്ണു എന്നെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാളുടെ കയ്യിൽ കുറച്ച് കേക്കും ഷേക്കും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. നമ്മൾ നേരെ പോയത് പെരുമ്പാവൂർ പാലക്കാട്ട് താഴത്തിനടുത്തുള്ള
മീൻ ചട്ടി എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട്. ആള് എന്ത് ഓർഡർ ചെയ്യും എന്നോർത്തിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. ആ ഷോപ്പിലുള്ള ആ ഒരു കടയിലുള്ള എല്ലാ ഫിഷും മീൻസ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫിഷും എന്തൊക്കെ കറികളുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് അവരിതങ്ങനെ ട്രെയിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവരും. അപ്പം നമ്മളത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫിഷ് നമുക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിയായിട്ടുള്ളതുകൊണ്ട് ഏതൊക്കെ ഫിഷാണ് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് അറിയാനായിട്ട്. സോ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. നമ്മൾ ബേസിക് മീല്, അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പാൽക്കറി ഉണ്ടായിരുന്നു, ക്രാബ് മീറ്റ്, കക്കയിറച്ചി, ചെമ്മീൻ റോസ്റ്റ്, ഉണക്കമീൻ ഇടിച്ചത്, പിന്നെ ബേസിക് ആയിട്ടുള്ള 4 തോരനും അച്ചാറും സാമ്പാറും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ കയ്യിൽ 1300 ബില്ലും കൂടി ആയിട്ടോ ഗൈസ്. പക്ഷേ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം നമ്മൾ പോയത് മാക്സിലേക്കാണ് എനിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ആളുടെ ചിലവായിരുന്നു ഇന്ന് ഫുള്ളും. സോ നമ്മൾ നേരെ പോയത് പെരുമ്പാവൂർ തന്നെയുള്ള മാക്സിലേക്കാണ്. കുറേ ഡ്രസ്സ് നോക്കി. കാഷ്വൽസ് ആയിരുന്നു കുറച്ചുകൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ കളറ് ഞാൻ കുറേ തപ്പുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കണ്ടിട്ട് എടുക്കാനായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു കോട്ട് സെറ്റാണ് കേട്ടോ. പിന്നെ കേക്ക് ഹട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കേക്ക് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തു. അതിന് ശേഷം ഞാൻ നേരെ പോയത് ഷോപ്പിലേക്കാണ്. അമ്മയ്ക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞ് ഈവനിങ് നൈറ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. മാക്സും കൂടി വന്നിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ടൈമാണ്. എൻ്റെ ബർത്ത്ഡേക്ക് മാക്സിമം നമ്മൾ അകത്തേക്ക് കയറ്റുന്ന കേക്ക് മുറിക്കുന്ന സമയത്ത് സാധാരണ കേക്ക് മുറിച്ചിട്ട് ആൾക്ക് ഒരു പീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കുന്ന സീൻസ് എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കേ.